IPL-ലെ ഇന്നത്തെ രണ്ടാം മത്സരം ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടമാണ്. IPL-ലെ എൽ ക്ലാസിക്കോ മത്സരത്തിനായി ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലേക്ക് ആരാധകരുടെ ഒഴുക്കാണ്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് മുഹമ്മദ് റഹീസ് ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. റഹീസ്, ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഒരു CSK ഫാൻ നിൽപ്പുണ്ട്, ക്രിസ്റ്റീന ചെറിയാനാണ്. അതുപോലെ അവിടെ ഒരു ആരാധകരുടെ ഒഴുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ എന്തായാലും തകർപ്പൻ മത്സരമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? പ്രവിത, ക്രിസ്റ്റീന ചെറിയാനോട് പറയുക ഇവിടെ ഒരു മുംബൈ ആരാധകനും ഉണ്ടെന്ന്. എന്തായാലും ഇവിടെ ഇതൊരു CSKയുടെ കോട്ട തന്നെയാണ്. കാരണം ഇവിടെ മുങ്ങിത്തപ്പണം സത്യത്തിൽ മുംബൈ ഇന്ത്യൻസ് ആരാധകരെ കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറച്ച് മുംബൈ ആരാധകരൊക്കെ ഇപ്പോൾ അടുത്തേക്ക് വന്നിട്ടുണ്ട്. CSK ആരാധകർ ഇന്ന് അവർ ഏതാണ്ട് 11 മാസമായി കാത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. കാരണം ഓരോ വർഷവും അവർ MS ധോണി കളത്തിലിറങ്ങുന്ന ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും. അത്തരത്തിലൊരു ദിവസമാണിത്. കാരണം അധികമൊന്നും ധോണി ഇപ്പോഴങ്ങനെ ഗ്രൗണ്ടിൽ കാണാൻ കഴിയില്ല. അപ്പോൾ പ്രത്യേകിച്ച് ചെപ്പോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പിൻ വിക്കറ്റ് ആണുള്ളത്. അവിടെ CSK തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങുമ്പോൾ ചിരവൈരികളായ മുംബൈയെ തന്നെ കിട്ടി എന്നുള്ളത് ഒരു ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടത്തിന് കളമൊരുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു ടീമുകളും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ ചെന്നൈക്ക് തന്നെ ആ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട്, കാരണം മുംബൈക്ക് ഈ കാണുന്ന ഇവരെ കൂടി തോൽപ്പിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല കഴിഞ്ഞ 13 വർഷമായി മുംബൈ ആദ്യ മത്സരം ജയിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ പോര് അത് ഭയങ്കര വീറും വാശിയും ഏറിയതായിരിക്കും. ഇവിടെ ആരാധകർ പലതരത്തിലാണ് ധോണിയുടെ ഫ്ലെക്സിലൊക്കെ പാലഭിഷേകമൊക്കെ നടത്തി അവർ പലതരത്തിൽ ആ ഒരു ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ധോണി പരിശീലിക്കുന്നതൊക്കെ കാണാൻ വലിയ ജനക്കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 4 മണി മുതൽ ആരാധകരൊക്കെയും ഈ ഒരു സ്റ്റാൻഡ്സിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒഴുക്കിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടാത്തത് വിഷമിക്കുന്നവരുടെ എണ്ണം അതിലും അധികമാണ്. എന്തായാലും ആദ്യ പോരിൽ തന്നെ മുംബൈയെ നേരിടാൻ അത് ചെപ്പോക്കിൽ അങ്ങനെ ഒരു കളമൊരുങ്ങുമ്പോൾ അതിൻ്റെ മത്സര ഫലം എന്തായാലും ഒരു വശത്ത് രോഹിത്തിനെയും മറുവശത്ത് ധോണിയെയും കാണാൻ കഴിയുന്നു. രണ്ടു കൂട്ടരും ആവേശത്തിലാണ്. എന്തായാലും ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. മഞ്ഞ ജേഴ്സി ഒരു നീല ജേഴ്സി ഇട്ട് വരണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയധികം മഞ്ഞ ആരാധകരെ കൊണ്ട് അവിടെ നിറഞ്ഞിരിക്കുകയാണ്. ചെന്നൈയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ മുഹമ്മദ് റഹീസ് നൽകിയത്.